ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി സ്തോത്രവും ആദ്യം തന്നെ അർപ്പിക്കുന്നു. എൻ്റെ പേര് ജിനി, ഇതെൻ്റെ ഹസ്ബൻഡ് ടിനു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വരുന്നതും ആദ്യമായിട്ടാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതും. 2022 മുതലൊക്കെ എനിക്ക് മാതാവിനെ അറിയായിരുന്നു. അന്ന് മുതലേ ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അതിൽ കൂടി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു. 2022 ഞാൻ യു കെയിൽ പോകുന്നത്. അവിടെ ഞാൻ സീനിയർ കെയർ വിസയായിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ വർക്ക് ചെയ്തതോട് റെസിഡൻഷ്യൽ ഹോമിലായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു റൂള് വന്നു. ഞാനൊരു നേഴ്സാണ് ബൈ പ്രൊഫഷൻ. ആ സമയത്ത് അവിടെ ഒരു റൂള് വന്നു, 1 ഇയർ ഒരു നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്ത് റെഫറൻസ് കിട്ടിയാൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്ന്. പക്ഷേ ഞാനൊരു റെസിഡൻഷ്യൽ ഹോമിലായതിനാൽ എനിക്ക് അങ്ങനെ ഒരു റെഫറൻസ് കിട്ടത്തില്ലായിരുന്നു. ഞാൻ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് അവിടെ ചെന്ന് നേഴ്സിംഗ് ഹോമിൽ ചെന്ന് ചോദിച്ചു ഒരു വിസ കിട്ടുമോയെന്ന്. അവിടെ മാനേജ്മെൻറ്റ് പറഞ്ഞു ഇപ്പോൾ ആർക്കും വിസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടുതൽ മാതാവിനെ ശക്തമായി പ്രാർത്ഥിച്ചതിനാൽ 2 ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഹസ്ബൻഡും കൂടി പോയി. ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരു നേർച്ച വസ്തുവായ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പ് ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ഹസ്ബൻഡ് അതുപോലെ തന്നെ ചെയ്തു. ഹസ്ബൻഡ് അവിടെ ചെന്ന് കയറി ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർ വിസ കൊടുക്കാമെന്ന് തന്നെ പറയുകയും ഞാൻ ആ സമയത്ത് താഴെ കാറിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം തന്നെ എന്നെ വിളിച്ച് ഇൻ്റർവ്യൂവിനായിട്ട് അന്നേരം തന്നെ എന്നെ വിളിച്ചു. അവരൊരു കാഷ്വൽ ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറൊന്നും എന്നോട് ചോദിച്ചില്ല. എന്നെ അങ്ങനെ അവർ ഇൻ്റർവ്യൂ പാസ്സാക്കി. വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ എൻ്റെ വിസ പ്രോസസ്സിങ് എല്ലാം ഫിനിഷായി. എനിക്ക് അവർ വിസ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഞാൻ അവിടെ 9 മാസമായിട്ട് അവിടെ സീനിയർ കെയറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവിടെ ഓസ്കിയുടെ എക്സാം എഴുതണമായിരുന്നു. എനിക്ക് അത് ആകെ 3 അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ അറ്റംപ്റ്റ് എനിക്ക് ഒരാളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയുവാനോ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടത്തിലാണ്. എവിടെയെങ്കിലും ഒരു സ്റ്റക്കായെങ്കിൽ എനിക്ക് ഒന്നും പറയാനായിട്ട് കിട്ടത്തില്ല. ഞാൻ എക്സാം കയറുന്നതിന് മുമ്പേ അവിടെ ഉടമ്പടി നേർച്ച വസ്തുവായി ഉപ്പിട്ടിട്ട് അവിടെ കയറി അമ്മയുടെ കാശിരൂപം എൻ്റെ കയ്യിൽ മുറുകി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു പേടിയും കൂടാതെ തന്നെ ആ എക്സാം ഫുൾ കംപ്ലീറ്റ് ആക്കുകയും ടോട്ടൽ 10 സ്റ്റേഷൻ ഉണ്ടായിരുന്നു. 10 സ്റ്റേഷനും ഞാൻ അവിടെ കംപ്ലീറ്റായി. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുകയും ചെയ്തു. അതും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ 2025 ഫെബ്രുവരി 19 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിന് ഒരു ഹയർ പൊസിഷൻ കൊടുക്കണേ എന്ന്. ആ ഉടമ്പടിയിൽ വെച്ച് വിത്തിൻ 1 മന്തിനുള്ളിൽ ഹസ്ബൻഡിന് അവരൊരു ഹയർ പൊസിഷൻ കൊടുക്കുകയും ചെയ്തു. ഞാൻ ഈ പുതിയ നേഴ്സിംഗ് ഹോമിലോട്ട് വന്നത് കെയറായിട്ടായിരുന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട് ഒരു 5 മന്തേ ആയിട്ടുള്ളായിരുന്നു. ഒരിക്കലും ആർക്കും അങ്ങനെ ഒരു 5 മന്തിൽ കഴിഞ്ഞ് ഒരു സീനിയർ കെയറായിട്ട് അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ എന്നെ വിത്തിൻ 5 മന്ത്സിനുള്ളിൽ എന്നെ അവിടെ അവർ സീനിയർ കെയറായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അമ്മയുടെ ഒരു കരുതലും സംരക്ഷണവും ആണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേഴ്സിംഗ് ഹോമിലായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അവിടുത്തെ അപ്പച്ചനെയും അമ്മച്ചിമാരെയും നല്ല രീതിയിൽ നോക്കുവാനും കരുതുവാനും എല്ലാം പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലോട്ട് എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ അനാഥ മന്ദിരത്തിലോട്ട് എല്ലാ മാസവും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കേൾക്കുകയും അത് സ്റ്റേറ്റസായിട്ട് ഇടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യും. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളും അച്ഛൻ്റെ പ്രസംഗം കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും സ്റ്റേറ്റസായിട്ട് ഇടുകയും ചെയ്യും. ഇത്രയും തന്നെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി സ്തോത്രം അർപ്പിക്കുന്നു.